ഹലോ ദിസ് ഈസ് റോബിൻ. നമ്മൾ ഇന്ന് പോകുന്നത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ 30-ാം ഭാഗത്തിലേക്കാണ്. ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കാം, ലേൺ ഇംഗ്ലീഷ് വേർഡ്സിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് വേർഡ്സ് കിട്ടാനാണ്. നിങ്ങളിൽ പലർക്കും സംസാരിക്കുമ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് വേർഡ്സ് കിട്ടില്ല. അറിയാവുന്ന വേർഡ്സ് ആണ്, പക്ഷേ സംസാരിക്കുന്ന സമയത്ത് മനസ്സിൽ വരാറില്ല. എന്തായിരിക്കാം കാരണം? നിങ്ങൾ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചിട്ടുണ്ട്, എക്സാമിലൊക്കെ അത് പഠിച്ചു പാസ്സായി, പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും മാത്രമല്ല, അതുകൂടാതെ റിലേറ്റഡ് വേർഡ്സ് പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സെൻറ്റൻസ് യൂസേജസ്, റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് യൂസേജസ് ആണ് പഠിക്കുന്നത്. സെൻറ്റൻസ് യൂസേജസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് റൈറ്റ് വേർഡ്സ് റൈറ്റ് ടൈമിൽ തന്നെ കിട്ടും. നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ, നിങ്ങളൊരു പാഷനേറ്റ് ലേണർ ആണെങ്കിൽ നിങ്ങൾ ഇതിനുവേണ്ടി ഒരു നോട്ട്ബുക്ക് മാറ്റി വെക്കുക. നമ്മൾ പഠിക്കുന്ന അർത്ഥങ്ങളും അതിൻ്റെ സെൻറ്റൻസ് യൂസേജസ് നോട്ട് ഡൗൺ ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ച സെൻറ്റൻസ് യൂസേജസ് 1-2 എങ്കിലും നിങ്ങൾ കമൻസിൽ എഴുതുകയാണെങ്കിൽ, കമൻസിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പാർട്ട് 30. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വാക്കാണ് അക്യൂസ്. ACCUSE, അക്യൂസ്. അതൊരു വെർബാണ്. കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റം ചുമത്തുക. ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. അക്യൂസ്, കുറ്റപ്പെടുത്തുക, കുറ്റം ചുമത്തുക. ഒരാളെ എന്തെങ്കിലും കാര്യം കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അയാളുടെ മേലിൽ കുറ്റം ചുമത്തുക, കുറ്റം ആരോപിക്കുക എന്ന അർത്ഥം വരുന്നുണ്ട്. റിലേറ്റഡ് വേർഡ്സ് ആണ് അക്യൂസ്ഡ്. അക്യൂസ്ഡ് എന്ന് വെച്ചാൽ പ്രതി അല്ലെങ്കിൽ കുറ്റാരോപിതൻ. ഒരാളുടെ മേൽ കുറ്റം ആരോപിച്ചിട്ടുണ്ട്, അയാളെയാണ് പറയുന്നത് അക്യൂസ്ഡ്. ദ അക്യൂസ്ഡ് എന്ന് പറയുന്നത് പ്രതി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കുറ്റാരോപിതൻ എന്നാണ് അർത്ഥം. അക്യൂസർ ഇതൊരു നൗണാണ് രണ്ടും. അക്യൂസർ വാദി, നിങ്ങൾ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കോർട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ് വാദി, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കുന്ന ആൾ. ഒരാൾ മറ്റൊരാളെ കുറ്റം ആരോപിക്കുന്നുണ്ട്, അയാളെയാണ് പറയുന്നത് അക്യൂസർ. ഇതാണ് പ്രതി അല്ലെ കുറ്റാരോപിതൻ, അക്യൂസ്ഡ്. അക്യൂസർ വാദി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കുന്ന ആൾ. അക്യൂസേഷൻ, ശ്രദ്ധിക്കുക. അക്യൂസേഷൻ കുറ്റാരോപണം. അക്യൂസ്, അക്യൂസ്ഡ്, അക്യൂസർ, അക്യൂസേഷൻ. താല്പര്യമുള്ളവർ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമുക്കിനി നേരിട്ട് സെന്റൻസ് യൂസേജസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, they have been accused of robbery. They have been accused of robbery. ഇവിടെ എന്താ പറയുന്നത്? രണ്ടാൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവർ കളവ് ചെയ്തിട്ടുണ്ടെന്ന്, അവർ റോബറി നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അവർ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. They have been accused of robbery. She often makes false accusations against her colleagues. She often makes false accusations against her colleagues. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അവൾ മിക്കപ്പോഴും, ഷീ ഓഫൺ മേക്സ്. ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിക്കപ്പോഴും. OFTEN. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? സെൽഡം. SELDOM. വല്ലപ്പോഴും എന്ന അർത്ഥമാണ്. സംടൈംസ് എന്ന് പറയാം. ഷീ ഓഫൺ മേക്സ് false accusations against her colleagues. അതായത് അക്യൂസേഷൻ എന്ന വാക്കെന്താ നമ്മൾ പഠിച്ചത്? കുറ്റാരോപണം. അവൾ മിക്കപ്പോഴും അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, സഹപ്രവർത്തകരെ പറ്റി അവൾ കുറ്റാരോപണം നടത്താറുണ്ട്. ഷീ ഓഫൺ മേക്സ് ഫോൾസ് അക്യൂസേഷൻ. തെറ്റായ കുറ്റാരോപണങ്ങൾ, ചെയ്ത കാര്യങ്ങളല്ല, അവർ എന്തെങ്കിലും ചെയ്തു കുറ്റം, അവരെ വെറുതെ കുറ്റം ആരോപിക്കുകയാണ്. ഷീ ഓഫൺ മേക്സ് ഫോൾസ് അക്യൂസേഷൻസ്. തെറ്റായ കുറ്റാരോപണം നടത്തുന്നുണ്ട്, വെറുതെ കുറ്റാരോപണം നടത്തുകയാണ് അവളുടെ സഹപ്രവർത്തകർക്കെതിരെ. The court denied the accusations against Tom as there was no evidence of his presence in the crime scene. ഒരു ടോം എന്ന വ്യക്തിക്കെതിരെ ഒരു കുറ്റാരോപണമുണ്ട്, ഒരു അക്യൂസേഷൻ ഉണ്ട്. അത് പക്ഷേ അത് കോടതി അത് നിരാകരിച്ചു. അങ്ങനെ സംഭവം കോടതി അത് സ്വീകരിച്ചില്ല. കാരണം ഈ ടോം എന്ന വ്യക്തി ക്രൈം നടന്ന സമയത്ത് ആ ക്രൈം സീനിൽ പ്രസൻസ് ഉണ്ടായിരുന്നില്ല. ആ ഏരിയയിൽ പോലും ആൾ ഉണ്ടായിരുന്നില്ല. ആൾ വളരെ ദൂരത്തായിരുന്നു, അല്ല വേറൊരു രാജ്യത്തായിരുന്നു. He is accused for using the charity fund for his personal needs. He is accused for using the charity funds for his personal needs. അതായത് ഒരു ചാരിറ്റി ഫണ്ട് ഒരാൾ ചാരിറ്റിക്ക് വേണ്ടി കളക്ട് ചെയ്തു, പക്ഷേ അത് അവൻ്റെ പേഴ്സണൽ നീഡ് ഉപയോഗിച്ചെന്നാണ് ഒരു കുറ്റാരോപണം അവൻ്റെ മേലിലുണ്ട്. Don't make accusations against someone without necessary evidence. ഒരാൾക്കെതിരെ ഒരു തെളിവുമില്ലാതെ വെറുതെ കുറ്റാരോപണം നടത്തരുത്. Don't make accusations. കുറ്റാരോപണം. Accusation means കുറ്റാരോപണം നടത്തരുത്. It is not a good habit to accuse someone of something in their absence. ഒരാൾ ഇല്ലാതിരിക്കുമ്പോൾ അയാൾക്കെതിരെ എന്തെങ്കിലും കുറ്റാരോപണം നടത്തുന്നത് നല്ലൊരു ശീലമല്ല. ഒന്നുകിൽ അയാളുടെ മുഖത്ത് നോക്കി പറയുക, അതിനുള്ള ധൈര്യം കാട്ടുക, അതല്ലെങ്കിൽ അയാളുടെ ആബ്സെൻസിൽ, അയാൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരാളുടെ പേരിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കുറ്റാരോപണം നടത്തരുത്. അത് നല്ലൊരു ശീലമല്ല. They denied the accusation of robbery.
ദേ ഡിനൈഡ് ദ അക്യൂസേഷൻ ഓഫ് റോബറി. അതായത് രണ്ടുപേര് കളവ് നടത്തിയെന്ന് പറഞ്ഞു, പക്ഷേ അവർ ആ കുറ്റാരോപണം അവരത് നിഷേധിച്ചു. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യത്തെ വാക്ക് പഠിച്ചു കഴിഞ്ഞു, അക്യൂസ് എന്ന വാക്ക് പഠിച്ചു കഴിഞ്ഞു, സെന്റൻസ് യൂസേജസും പഠിച്ചു. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനൽ ട്രെയിനിങ് സെഷൻസ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും, ബീറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എന്ത് ഫീഡ്ബാക്ക് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ട്രെയിനിങ് സെഷനുകൾ നിങ്ങൾ പഠിക്കുന്ന സെൻറ്റൻസ് യൂസേജസ് 1-2 കമൻറ്റിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഞാൻ ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓൺലൈനിലാണ് ചെയ്യുന്നത്, ലൈവ് ട്രെയിനിങ് സെഷൻസ് അല്ല അറ്റ് പ്രസന്റ് ചെയ്യുന്നത്. വാട്സ്ആപ്പ് ബേസ്ഡ് റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് വിത്ത് വോയിസ് ചാറ്റ് സപ്പോർട്ട് ഓർ ടെലിഫോണിക് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. 3 തരം കോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് 900 റുപ്പീസാണ്. അത് ഡിജിറ്റൽ കോഴ്സാണ്, അതൊരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷിൽ കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. അതായത് ഒരാളോട് ചോദ്യം ചോദിക്കാൻ പഠിക്കണം, ഒരു ഉത്തരം പറയാൻ പഠിക്കണം, വേണ്ടി വന്നൊരു ഇമെയിൽ അയക്കാനോ എന്തെങ്കിലും മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ പറയാനുള്ള ട്രെയിനിങ് ആണ് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന 1 മന്ത് ബേസിക് കോഴ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ആണ് വരുന്നത്. റെക്കോർഡ് ഓഡിയോ ക്ലാസ് ആണ്, കേട്ട് പഠിക്കുന്ന ക്ലാസ്സസ് ആണ്. 30 ഡേയ്സിലേക്കുള്ള ക്ലാസ് ആണ്. 30 ദിവസത്തേക്കുള്ള ക്ലാസ്സിൽ 10 എക്സാംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കീസ് ഉണ്ട്. ഞാനൊരു ബുക്കിൻ്റെ ഓഥറാണ്. അതിൻ്റെ ഈ ബുക്ക് PDF ഫോർമാറ്റിലുണ്ട്. സെൽഫായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 900 റുപ്പീസിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോ ലെവൽ കോഴ്സസ് ലെവൽ 1 and 2 ഉണ്ട്. അതിൽ എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, ഒരു പേഴ്സണൽ ട്രെയിനിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രോ ലെവൽ കോഴ്സ് ലെവൽ 1 കോഴ്സിൽ നേരത്തെ പറഞ്ഞ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസിൻ്റെ കൂടെ ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും. അത് അറ്റ് പ്രസന്റ് ഞാനാണ് ചാറ്റ് സപ്പോർട്ട് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 30 ദിവസത്തെ ക്ലാസ്സിൽ 45 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. 45 ഡേയ്സിലേക്ക് പേഴ്സണൽ ട്രെയിനർ ചാറ്റ് സപ്പോർട്ട് മൺഡേ ടു സൺഡേ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ലെവൽ 2 പ്രോ ലെവൽ കോഴ്സിൽ ഈ ചാറ്റ് സപ്പോർട്ട് കൂടാതെ നിങ്ങൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് ലൈവ് സപ്പോർട്ട് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ ബുക്കിൻ്റെ ഓഥറാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ക്ലാസിൻ്റെ പുസ്തക രൂപമാണ്. ഗ്രാമർ റൂൾസ് അല്ല ഇതിൽ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കാര്യങ്ങൾ വിത്ത് സിലബസ്, അതിൻ്റെ ആ സിലബസിലുള്ള മലയാളം ട്രാൻസ്ലേഷനോട് കൂടിയുള്ള കാര്യങ്ങളാണ്. ഈ ബുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഇതൊരു ഇ-ബുക്ക് ഫോർമാറ്റും ഉണ്ട്, PDF ഫോർമാറ്റും ഉണ്ട്. അതല്ല ഒറിജിനൽ ബുക്കും ഉണ്ട്. പ്രൈസ് വരുന്നത് 300 രൂപയാണ്. അതിലൂടെ 50 രൂപ ഷിപ്പിംഗ് ചാർജ് വേറെ വരും. ഇതിൻ്റെ ഇ-ബുക്ക് ഫോർമാറ്റും കൂടി ഉണ്ട്. ഇ-ബുക്ക് ഫോർമാറ്റ് വരുന്നത് PDF ഫോർമാറ്റിലാണ്. ഇ-ബുക്ക് വരുന്നത് PDF-ലാണ്. അത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ ഇമെയിലൂടെയോ അയച്ചിടാവുന്നതാണ്. നിങ്ങൾക്കത് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ഈ ബുക്കിന് 200 രൂപയാണ്. ഒറിജിനൽ ബുക്കിന് 300 + 50 350 ആണ്. ഇതിൻ്റെ സിലബസ് എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ഓൾറെഡി യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ട, ട്രാൻസ്ലേഷൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ബേസിക് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, വെരി കോമൺലി യൂസ്ഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അതിൻ്റെ മീനിങ്സ്, കോൺവെർസേഷൻസ് വരുന്നുണ്ട്. അതിന് വിത്ത് മലയാളമാണ് വരുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ് ലൈക്ക് ഷുഡ് ഐ, മേ, മൈറ്റ്, വിൽ, ക്ലാസ് റൂം ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്ന ഡിബേറ്റ്സിൻ്റെയും ടോപ്പിക് പ്രസൻറ്റേഷൻസിന് 2 ഫോർമാറ്റ്സ് കൊടുത്തിട്ടുണ്ട്, മോഡൽസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്കൊരു 100 മാർക്കിൻ്റെ ഒരു അസസ്മെൻറ്റ് ഉണ്ട്. ഗ്രാമറൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അസസ്മെൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പെൻസിൽ വെച്ച് എഴുതാം. അതിനുശേഷം നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീ വേറെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള, അത് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മളിന്ന് രണ്ടാമത് പഠിക്കാൻ പോകുന്ന വാക്കാണ് ഇംപാർട്ട്. ഇംപാർട്ട് അതൊരു വേർബാണ്. അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? പകരുക, പകർന്നു കൊടുക്കുക, പ്രദാനം ചെയ്യുക. ഇംപാർട്ട്, IMPART, ഇംപാർട്ട്, പകരുക, പകർന്നു കൊടുക്കുക, പ്രദാനം ചെയ്യുക എന്ന അർത്ഥങ്ങളാണ് വരുന്നത്. ഈ വാക്ക് ഉപയോഗിച്ചുള്ള സെന്റൻസ് യൂസേജസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, എ ഗുഡ് ടീച്ചർ imparts moral values to the students. A good teacher imparts moral values to the students. ഒരു നല്ല ടീച്ചർ അവരുടെ വിദ്യാർത്ഥികൾക്ക് മോറൽ വാല്യൂസ്, നല്ല വാല്യൂസ് ഒക്കെ പകർന്നു നൽകും. പകർന്നു കൊടുക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. എ ഗുഡ് ടീച്ചർ ഇംപാർട്സ് മോറൽ വാല്യൂസ് ടു ദ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് നല്ല വാല്യൂസ് ഒക്കെ പ്രദാനം ചെയ്യുന്നു, അത് പകർന്നു കൊടുക്കുന്നു. These spices impart flavor to the food. These spices impart flavor to the food. അതായത് ഈ ഭക്ഷണത്തിന് നല്ലൊരു രുചി, ഒരു ഫ്ലേവർ പകർന്നു കൊടുക്കുന്ന എന്താണ്? സ്പൈസസ് ആണ്. The objective of the seminar is to impart awareness on social injustice. അതായത് ഒരു സെമിനാർ നടത്തുന്നുണ്ട്. ആ സെമിനാറിന്റെ ലക്ഷ്യം എന്താണ്? ഒബ്ജക്റ്റീവ് എന്താണ്? സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന ആ ഒരു വിഷയത്തെ പറ്റിയുള്ള ഒരു അവയർനെസ്, അതിനെ പറ്റിയുള്ള ബോധവൽക്കരണമാണ്. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന വാക്കാണ് ഇനീഷ്യേറ്റ്. ഇനീഷ്യേറ്റ്, INITIATE, ഇനീഷ്യേറ്റ് ഒരു വെർബാണ്. അർത്ഥം എന്താണ്? ഇനീഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങി വെക്കുക. ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങി വെക്കുക. ഇനീഷ്യേറ്റ്, എന്തെങ്കിലും കാര്യം ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങി വെക്കുക. റിലേറ്റഡ് വേർഡ്സ് ആണ് ഇനീഷ്യേറ്റീവ്, ഇനീഷ്യേറ്റീവ്,
സ്പെല്ലിംഗ് കൂടി ചെക്ക് ചെയ്യുക. ഇനീഷ്യേറ്റീവ് നൗൺ ആണ്. മുൻകൈ എടുക്കൽ, ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന വാക്കിനും ഇനീഷ്യേറ്റീവ് ആണ് പറയുക. മുൻകൈ എടുക്കൽ, തുടക്കം അല്ലെ സംരംഭം. ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. എൻക്വയറി വാസ് ഇനീഷ്യേറ്റഡ് against the company for fraudulence. An enquiry was initiated against the company for fraudulence. അതായത് ഒരു കമ്പനി ഫ്രോഡ് ആക്ടിവിറ്റീസ് നടത്തി, പൈസ മേടിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഫ്രോഡ് ആക്ടിവിറ്റീസ് നടത്തി. ആൻ എൻക്വയറി വാസ് ഇനീഷ്യേറ്റഡ് അഗൈൻസ്റ്റ് ദ കമ്പനി എന്നാണ് പറയുന്നത്. ആൻ എൻക്വയറി വാസ് ഇനീഷ്യേറ്റഡ്, ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചു, ഒരു അന്വേഷണം തുടങ്ങി വെച്ചു അല്ലെങ്കിൽ ആരംഭിച്ചു. The medical students took the initiative in blood donation. The medical students took the initiative in blood donation. ബ്ലഡ് ഡൊണേഷൻ ഒരു ക്യാമ്പയിൻ ഉണ്ട്, അതിന് മുൻകൈ എടുത്ത ആരാണ്? took the initiative. അതിന് മുൻകൈ എടുത്ത ആരാണ്? ബ്ലഡ് ഡൊണേഷനിൽ മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെയാണ്. The medical students took the initiative for blood donation. അപ്പോൾ നമ്മൾ 3 വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും യൂസേജസും പഠിച്ചു കഴിഞ്ഞു. കമൻസിൽ ഇന്ന് പഠിച്ച യൂസേജസോ സെൻറ്റൻസോ ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുക. അതെല്ലാം വ്യൂവേഴ്സിന് ഇൻസ്പയറിംഗ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന അതേ കോഴ്സ് നിങ്ങൾക്കൂടെ യൂട്യൂബിലൂടെയാണ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് കമ്മിറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. So that is all for today. I'll be back with the next training session soon. Bye.